ഒരു ഗ്രാമത്തിൽ നിന്നും പതിവായി കുട്ടികളെ കാണാതാവുന്നു. പോലീസിന്റെ അന്വേഷണത്തിനായി അവർ ആവശ്യപ്പെടുമ്പോഴും പോലീസുകാർ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് അവർ പോയതായിരിക്കും. അതുകൊണ്ട് ഇത് കേസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു വരും, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും എന്ന് പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ആ ജനങ്ങളെ പോലീസുകാർ എങ്ങനെയെങ്കിലും തിരിച്ചു വീട്ടിലെത്തിക്കും. പ്രധാന കാരണം വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരുടെ കുട്ടികളായതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോലീസുകാർക്ക് കാര്യമായിട്ടൊന്നും തടയില്ല എന്നുള്ള കൃത്യമായ ബോധ്യമാണ് പോലീസുകാർ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ബാക്ക് അടിച്ച് നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ പോലീസിന്റെ അനാസ്ഥ നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്നും ഒരു ബോൾ തെറിച്ചുപോയി ഒരു കാനയിലേക്ക് വീഴുന്നു. കാനയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാകട്ടെ ഒരു മനുഷ്യന്റെ കൈയുടെ അസ്ഥികൂടമാണ്, അല്ലെങ്കിൽ അഴുകി ദ്രവിച്ച ഒരു കൈയുടെ അവശിഷ്ടമാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം തടിച്ചു കൂടുന്നു, പോലീസ് എത്തുന്നു. പോലീസ് വന്നതിന് ശേഷം രണ്ട് കോൺസ്റ്റബിൾമാർ അതിനെ നോക്കിയിട്ട് പറയുന്നു, അയ്യോ ഇതൊരു കുരങ്ങന്റെ കൈയാണല്ലോ എന്ന്. അങ്ങനെ പോലീസിന്റെ അനാസ്ഥ തുടരുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവർക്കിടയിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിന്നും നോക്കിക്കൊണ്ട് ഒരാൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും കാണാതായി പോയ എല്ലാ കുട്ടികളുടെയും ഘാതകനായ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും ഭോഗിച്ച് കൊലപ്പെടുത്തി അവരുടെ മാംസമെടുത്ത് ഭക്ഷണമാക്കി കഴിച്ച് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന പ്രേം എന്ന വ്യക്തി. തീർച്ചയായിട്ടും 2005 നോയിഡയിൽ നടന്ന ചില സംഭവങ്ങളെ ആധാരമാക്കി എടുത്തിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു സിനിമയാണ് സെക്ടർ 36. ഞാൻ ഈ പറഞ്ഞത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും നിതാരി കില്ലിങ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഇൻട്രോയിങ് കൊടുത്തത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഫിക്ഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ചില സംഭവങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. പ്രത്യേകിച്ചും നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികളുമായിട്ടിരുന്ന് കാണാൻ പാടില്ലാത്ത ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. ഇതിനകത്ത് അത്രയും ഭീകരമായിട്ടുള്ള ഡയലോഗ്സ് പോലും അത്രയും ഭീകരതയാണ്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഭയം ഉള്ളിലുണ്ടാവുന്ന തരത്തിലുള്ള ഡയലോഗ്സ്. വിഷ്വലി ഭയങ്കര വയലൻസ് അത്യാവശ്യം ചില ഏരിയകളിൽ കാണുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ഫെയിലിലൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞ പ്രകടനത്തിന്റെ ഉസ്താദായിട്ട് നിന്ന നമ്മുടെ വിക്രാന്ത് മസായിയാണ് ഈ സിനിമയിലും പ്രധാന കഥാപാത്രമായിട്ടുള്ള പ്രേമിനെ അവതരിപ്പിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട്, എന്നാൽ എക്സെൻട്രിക് ആയിട്ട് ഒരു സൈക്കോ ക്യാരക്ടർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് ഗംഭീരമായിട്ടാണ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ഇൻസ്പെക്ടർ ക്യാരക്ടറായിട്ട് വരുന്ന മനുഷ്യനുണ്ട്. അങ്ങേരും കിടിലുമായിട്ടാണ് ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. തുടക്കം തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അങ്ങ് കാണിച്ചു തരും. പിന്നീട് ഇതിനുള്ളിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം. അത് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളുമായിട്ട് കണക്ട് ആയി നിൽക്കുന്നതെന്നും നമ്മൾ കാണാത്ത മറ്റൊരു വശം കൂടി ഇതിനുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഇതിന്റെ ഉള്ളിൽ ബാക്കി നിൽക്കുന്നുണ്ട്. സോ ഞാൻ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയാണ് ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു ഡയമെൻഷൻ വേറൊരു തരത്തിലേക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഇതുവരെ കാണാനുണ്ട്. സോ കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സിനിമകളിൽ ഒന്ന് തന്നെയാണ് സെക്ടർ 36. മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ആ സിനിമ കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും എടുത്തു പറയുന്നു, ഇതൊരു 18+ കണ്ടന്റ് മൂവിയാണ്. കുട്ടികളുമായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഒരുപക്ഷെ അവർക്കൊരു ട്രോമ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും ഭീകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിൽ പറയുന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമയെ ആ രീതിയിൽ സമീപിക്കുക. ഒന്നും പറയുന്നില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ കണ്ടു തന്നെ വിലയിരുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.